അശ്വതി, ഇന്നിപ്പോ എങ്ങനെയാണ്? മഴയുണ്ടോ അതോ വെയിലാണോ? എങ്ങനെയാണ് കാലാവസ്ഥ? സേതു, ഗുഡ് മോർണിംഗ്. ഇന്ന് വേണമെങ്കിൽ നമുക്ക് സംസ്ഥാനത്തെ കാലാവസ്ഥ മാപ്പ് ഇല്ലാതൊന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാം, സസ്പെൻസ് ഒന്നുമില്ല. ലോകം മൊത്തം കാത്തിരുന്ന ബ്രഹ്മാണ്ഡ ചലച്ചിത്രം എമ്പുരാൻ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ചൂടിലും തിരക്കിലൊക്കെയാണ്, ആ ഒരു ആവേശത്തിലാണ്. ഞാനിതാ ബ്ലാക്ക് ഒക്കെ ഇട്ട ഒരു എമ്പുരാൻ മൂഡിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് മഴ എന്ത് വെയിൽ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങളിലേക്ക് കടക്കാതെ അല്ലെങ്കിൽ പ്രേക്ഷകരെ അറിയിക്കാതെ പറ്റില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് തിയേറ്റർ ചൂട് അങ്ങോട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച് ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങളിലേക്ക് കടക്കാം. പതിവ് പോലെ കേരളത്തിൻ്റെ മാപ്പ് പരിശോധിക്കാം. ഇന്ന് സംസ്ഥാനത്തെ 2 ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട്. ഈ ജില്ലകളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇവിടെ മഴ മാത്രമല്ല, മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ബാക്കിയുള്ള എല്ലാ ജില്ലകളും ഇന്ന് പച്ചയിലാണ്. അതായത് ഈ ജില്ലകളിൽ പ്രത്യേക മുന്നറിയിപ്പൊന്നും ഇല്ല, പക്ഷേ നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതലോടിയിരിക്കാം. ഇനി സംസ്ഥാനത്ത് ഉയർന്ന താപനില എവിടെയാണെന്ന് പരിശോധിക്കേണ്ട സമയമാണ്. ഇന്ന് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 38 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് പാലക്കാട്. തൊട്ടു പിന്നാലെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളാണ്. ഇരു ജില്ലകളിലും 36 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സംസ്ഥാനത്ത് താപനില ഉയർന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ജാഗ്രതയൊക്കെ ആവാം. ഇനി മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക നിർദ്ദേശമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ സുരക്ഷിതരായി പോയി വരിക. ഇനി പ്രേക്ഷകരെ അറിയിക്കാനുള്ള കുറച്ച് കണക്കുകളാണ്. അതായത് ഈ മാർച്ച് 1 മുതൽ 26 വരെ, അതായത് ഇന്നലെ വരെയുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വേനൽ മഴ കണക്ക് പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഈ വർഷമാണെന്നാണ് പറയുന്നത്. അതായത് 106 മില്ലിമീറ്റർ മഴ ലഭിച്ച കോട്ടയം ജില്ലയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല. തൊട്ടു പിന്നാലെ തിരുവനന്തപുരം, പത്തനംതിട്ടയുണ്ട്. ഏറ്റവും കുറവ് മഴ കാസർഗോഡ് ജില്ലയിലാണ്. അതേസമയം കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഇടിമിന്നലും കാറ്റും മഴയൊക്കെ ഉണ്ടാകും. ഈ കൂടിയ മഴ പലയിടങ്ങളിലും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കേരളത്തിൽ ഇന്ന് ഇടിമിന്നലിനും കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. അതായത് ഇടിമിന്നലിന്റെ എന്തെങ്കിലും ഒരു സാധ്യതയോ ലക്ഷണമോ കണ്ട ഉടനെ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ടെറസിൽ ജനലും വാതിലുകളെല്ലാം അടച്ചിടാൻ മറക്കരുത്. പരമാവധി അതിൻ്റെ അടുത്ത് നിൽക്കാതെ ശ്രദ്ധിക്കുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ കളിക്കുന്നത് ഒഴിവാക്കുക. അടുത്തായിട്ട് ഈ വാഹനങ്ങൾ, ഇടിമിന്നലുള്ള സമയത്ത് ഈ മരങ്ങളുടെ ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതെ ശ്രമിക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാനോ പാടില്ല. അപ്പോൾ ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി അനുസരിക്കുക, പാലിക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു ശുഭദിനം ആശംസിക്കുന്നു. ശരി അശ്വതി. അപ്പോൾ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ, കാലാവസ്ഥ ഇന്ന് എങ്ങനെയായിരിക്കുമെന്ന് മാപ്പിന്റെ സഹായമില്ലാതെ തന്നെ അശ്വതി വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു.